കാസി കോടതി, കാജിയത്ത് കോടതി, ശരിയ കോടതി മുതലായവയ്ക്ക് നിയമത്തിൽ അംഗീകാരമില്ലെന്ന് സുപ്രീം കോടതി. ശരിയത്ത് കോടതി അല്ലെങ്കിൽ കാസി കോടതി എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് രാജ്യത്ത് നിയമപരമായ അംഗീകാരമില്ല. അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയില്ല. ജസ്റ്റിസുമാരായ സുധാൻഷു ധൂലിയ, അഹ്സനുദ്ദീൻ അമാനുള്ള എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. കോർട്ട് ഓഫ് കാസി, ദാരുൽ ഖാജ അല്ലെങ്കിൽ ശരിയ കോടതി എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് അവയുടെ ലേബൽ എന്തുതന്നെയായാലും നിയമപരമായി സാധുതയില്ല. വിശ്വലോചൻ മദനിൽ മുൻപ് പറഞ്ഞതുപോലെ അവർ പുറപ്പെടുവിച്ച ഏതെങ്കിലും ഉത്തരവോ നിർദ്ദേശമോ ബാധകമല്ല. നിർബന്ധിത മാർഗങ്ങളിലൂടെ അത് നടപ്പാക്കാനും കഴിയില്ല. കക്ഷികൾ സ്വമേധയാ അവ സ്വീകരിച്ചാൽ മാത്രമേ അത്തരം തീരുമാനങ്ങൾക്ക് പ്രസക്തിയുണ്ടാകൂ. എന്നിട്ടും നിലവിലുള്ള ഒരു നിയമവും അവർ ലംഘിക്കുന്നില്ലെങ്കിൽ മാത്രം, സുപ്രീം കോടതി പറഞ്ഞു. കാസി കോടതിയിൽ സമർപ്പിച്ച ഒത്തുതീർപ്പ് രേഖയുടെ അടിസ്ഥാനത്തിലാണ് കുടുംബ കോടതി കണ്ടെത്തലുകൾ നടത്തിയത്. 2002 സെപ്റ്റംബർ 24 ഇസ്ലാമിക ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് സ്ത്രീയും ഭർത്താവും വിവാഹിതരായി. 2005 ഭർത്താവ് ഭോപ്പാലിലെ കാസി കോടതിയിൽ വിവാഹമോചന നടപടികൾ ആരംഭിച്ചു. എന്നിരുന്നാലും 2005 നവംബറിൽ ദമ്പതികൾ ഒത്തുതീർപ്പിലെത്തി. തുടർന്ന് ഹർജി തള്ളി. എന്നിരുന്നാലും 2008 ഭർത്താവ് വീണ്ടും ദാരുൽ ഖാജയ്ക്ക് മുമ്പാകെ വിവാഹമോചന നടപടികൾ ആരംഭിച്ചു. തുടർന്ന് ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ സെക്ഷൻ 125 പ്രകാരം ജീവനാംശം തേടി സ്ത്രീ കുടുംബ കോടതിയെ സമീപിച്ചു. വിവാഹ തർക്കത്തിന് കാരണം താനാണെന്നും ഭർത്താവ് ഉപേക്ഷിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി കുടുംബ കോടതി ഹർജി തള്ളി. ഇരു കക്ഷികൾക്കും ഇത് രണ്ടാം വിവാഹമായതിനാൽ സ്ത്രീധനം ആവശ്യപ്പെടാൻ സാധ്യതയില്ലെന്നും കോടതി വാദിച്ചു. കുടുംബ കോടതിയുടെ ഈ വാദങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളയുകയായിരുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് പ്രതിമാസം 4000 രൂപ ജീവനാംശം നൽകാനും ഉത്തരവിട്ടു.